നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രിമാർ സംസാരിക്കുന്ന ആ കാര്യങ്ങളൊന്ന് കേൾക്കാം. ആദ്യം നമുക്ക് ഈ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അല്ലേ. അത് ക്യാമ്പുകൾ ഒഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യും. അതുപോലെ എന്താവശ്യം ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ ഒരു തടസ്സവും ഇല്ല എന്ന് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തിനും പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ക്യാമ്പുകളിൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തകർന്നുപോയ വീടുകളുണ്ട്. ആ വീടുകൾ തകർന്നു പോയിരുന്നെങ്കിൽ പൂർണ്ണമായി പല 15%, 50% ഇങ്ങനെ പല റേറ്റിലാണ് കൊടുക്കുന്നത്. പൂർണ്ണമായ തകർന്ന വീടിന് ഇതുവരെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ഈ പ്രാവശ്യം 6 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തകർന്നുപോയ വീടിന്. ബാക്കിയുള്ള ഡാമേജിനെല്ലാം, ഭാഗികമായി ഡാമേജ് പറ്റിയതിനെല്ലാം ഉള്ള സഹായം കൊടുക്കും. കൃഷിനാശം സംഭവിച്ചതിന് സാധാരണ നെൽകൃഷി 1 ഹെക്ടർ സ്ഥലം 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ കൊടുത്തിരുന്നത് 13,500 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒന്നും ഒരു സഹായം കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചത് ഒരു ഉജ്ജീവൻ പലിശരഹിത ഒരു വായ്പാ സംവിധാനമാണ്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അവര് കാരണം അന്നത്തും ദുരിതമനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇപ്പോ എബി ഇവിടെ വന്നു പോയുള്ളു. 7 കടകളാണ് 2018 കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും 4-5 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു. എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. അപ്പൊ കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഈ പ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. ഇത് നമ്മളെ ഞാൻ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള വലിയൊരു അപകടത്തിനെ കുറിച്ചിട്ട് അതിനുശേഷം നമ്മളെ മുഖ്യമന്ത്രി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണ ചെലവ് 10 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, മേരിപ്പാലം 1 കോടി. അങ്ങനെ കുറച്ച് കോടികൾ പറഞ്ഞാട്ട് പോയി എന്നല്ലാതെ. അപ്പോ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടാണെങ്കിൽ മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറുന്നുണ്ട്, മുഖ്യമന്ത്രി എവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്നുള്ളതല്ല നോക്കേണ്ടത്. കണ്ടില്ലേ, അതിന്റെ സമയത്ത് ഇടപെട്ടിട്ട് അതിന് വേണ്ട സഹായങ്ങൾ കണ്ടില്ലേ, അതാ വേണ്ടി, അതായിരിക്കണം മുഖ്യമന്ത്രി. അപ്പൊ ഈ മുഖ്യമന്ത്രിനെ നിങ്ങൾ ഇനി എത്ര തന്നെ തകർക്കാൻ ശ്രമിച്ചിട്ടും തളർത്താൻ ശ്രമിച്ചിട്ടും ഒന്നും കാര്യമില്ല. ജനങ്ങളെ കൂടാണ് മുഖ്യമന്ത്രി, സാധാരണക്കാരെ കൂടാണ് ഈ മുഖ്യമന്ത്രി. മനസ്സിലാക്കണം, അവരെ മനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ BDS മുഖ്യമന്ത്രി. അതുകൊണ്ട് നിങ്ങളെ പണിയായിട്ട് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഈ മനുഷ്യനെ ഒന്ന് തളർത്താനൊന്നും നിങ്ങൾക്ക് കഴിയൂല മക്കളെ, കഴിയൂല. ജനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ, മനസ്സിലായില്ലേ?